യാഗം ഭാരതരക്ഷ ശക്തിരുദ്ര ഏകാഹയാഗം. അതിൻ്റെ അവസാനത്തെ ഗ്രാമങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് മുമ്പ് ആ 64 വിദ്യുതത്വങ്ങളായി ഉയർന്ന ബ്രഹ്മർഷികളുടെ തപസ്സിന് മുമ്പിൽ കേരളത്തിലെ ശാക്തേയ പാരമ്പര്യങ്ങളെ ആദരിച്ച് ഗുരുവനന്ത ഭവനം ഭാരതരക്ഷ ശക്തിരുദ്ര ഏകാഹയാഗത്തിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് പോവുകയാണ്. ആ ഒരു നിമിഷത്തിൽ ഈ യാഗത്തിൽ ശക്തിയായി ഉണർന്ന അത്ഭുത ചൈതന്യത്തെ അനുഭവിച്ച കേരളത്തിലെ ശൈവശാക്തേയ ആചാര്യ കുലധർമ്മികൾക്ക് ഗുരുവനന്ത ഭവനം നന്ദി പറയുന്നു. മച്ചാട് സുബ്രഹ്മണ്യൻ അവരുടെ സമർപ്പണമായിട്ട്, ഈ മഹായാഗത്തിലേക്കുള്ള സമർപ്പണമായിട്ട് അയ്യപ്പൻ പാട്ടാണ് നൽകുന്നത്. ഈ യാഗത്തിന്റെ രക്ഷകനായ ശ്രീ ധർമ്മശാസ്താവിനെയാണ് അവർ പാടി സ്തുതിക്കുന്നത്. ഹരഹരമാണ് മച്ചാട് സുബ്രഹ്മണ്യന്റെ അയ്യപ്പൻ പാട്ട് സമർപ്പണം. തത്വത്തിൽ ഉദ്ഘാത തത്വത്തെ സ്വീകരിക്കുന്ന ഗുരുവനന്ത ഭവനത്തിന്റെ ഉദ്ഘാത തത്വങ്ങളാണ് ഈ യാഗത്തിന്റെ ഹവിസായി ശ്രീപുരുഷ സംഗമത്താൽ നടക്കുന്ന യാഗത്തിൽ അരങ്ങേറുന്നത്. മഹാശക്തി ഉപാസകരായ ഗുരുവനന്ത ഭവനത്തിന്റെ ശ്രീചക്ര അഗ്നിബ്രഹ്മ യോഗിനി ഉപാസകരാൽ മുഖ്യകാലം നടക്കുന്ന ശക്തിരാഗമാണ് ഇവിടെ നടത്തുന്നത്. 24 മണിക്കൂർ തുടർച്ചയായി നടത്തുന്ന ഈ യാഗത്തിൽ അഗ്നിദാനം, അഗ്നിവർത്തമം, അതിൽ അഗ്നിമഥനം, ആ അഗ്നിമഥനക്രിയയിൽ പഞ്ചാഗ്നിയായ ബ്രഹ്മാഗ്നിയെ കടഞ്ഞെടുത്തുകൊണ്ട്, അരണിയിൽ കടഞ്ഞെടുത്തുകൊണ്ട് ഗുരുവനന്ത ഭവനം ആരംഭിച്ച് അവിടെ സോമലത സ്ഥാപിച്ച് പശ്വാലംബനം ഭാരതത്തിന്റെ ബ്രഹ്മർഷികൾക്ക് ദശാബ്ദങ്ങൾക്ക് ശേഷം ഗുരുവനന്ത ഭവനം അതിന്റെ വിധിപ്രകാരം നൽകി. അത് സ്വീകരിച്ച ബ്രഹ്മർഷികൾ ആകാശത്ത് നക്ഷത്ര ദർശനം നൽകി സന്തോഷത്തെ അറിയിച്ച് അവിടെ തുടർന്ന് നടന്ന സോമയജ്ഞത്തിലും ലോകപാലക യജ്ഞത്തിലും ഈ അനുഭവം ഞങ്ങൾ ഋഷിമാർ നൽകി. അവർ കാത്തിരുന്ന ആ മൃഗബലി, അവരാൽ നൽകിയ മൃഗബലി തത്വത്തെ ഗുരുവനം അഗ്നിബ്രഹ്മർഷി ഉപാസകരാൽ തിരിച്ചു നൽകി ഈ ഭാരതത്തിൽ യാഗത്തിന്റെ അടിസ്ഥാന തത്വത്തെ പൂർണ്ണമായി നടപ്പിലാക്കിയിരിക്കുകയാണ്. ഇവിടെ ഗുരുവനന്ത ഭവനത്തിന്റെ ബ്രഹ്മഭൂമിയിൽ പശ്വാലംബനം നടത്തി അതിന്റെ വപ വോപിച്ച് ആ വപ ഋഷിമാർക്ക് നൽകി. ബ്രഹ്മഋഷികൾക്കാണ് ഇവിടെ ഈ പശ്വാലംബന ക്രിയ നൽകിയത്. ഇവിടെ നമ്മുടെ പൂർവികരാൽ നിശ്ചയിക്കപ്പെട്ട ഒരു നിയമങ്ങളും അതിനെ വ്യതിചലിക്കാനോ ലംഘിക്കാനോ ഇന്നുള്ള തലമുറയ്ക്ക് അധികാരമില്ല. അല്ലെങ്കിൽ നമ്മൾ അവരെ പൂർവികരെന്ന് വിളിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഗുരുവനന്ത ഭവനം ആ പരിപൂർണമായ യാഗവിധി വൈദിക മന്ത്രങ്ങളില്ലാതെ ഈ വൈദിക മന്ത്രത്തിൽ പറയുന്ന ദേവതകളുടെ ദർശന നിർദ്ദേശത്താൽ നടത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ തപസ്സിനാണ് കാര്യം. ആ തപസ്സിലൂടെ ആ അഗ്നിചൈതന്യത്തെ, ബ്രഹ്മാഗ്നിയെ ഉണർത്തി അത് ധർമാർത്ഥ കാമമോക്ഷത്തിനായി നൽകുകയാണ് ഗുരുവനന്ത ഭവനം. അത് സ്വീകരിച്ച കേരളത്തിലെ ശൈവശാക്തേയ ഉപാസകന്മാർക്ക് ഗുരുവനം നന്ദി പറയുകയാണ്.
അവൈദിക യാഗത്തെ പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് പുരുവനന്ത ഭവനത്തിൽ എത്തിച്ചേർന്ന വിവിധ ജില്ലകളിൽ നിന്ന് എത്തിച്ചേർന്ന എല്ലാ ശൈവശക്തി ഉപാസകന്മാരെയും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളിലുള്ള അഹത്തെയാണ്. ഇവിടെ അഹം എന്ന് പറയുന്നത് വേദാന്തത്തിലെ ചില വാക്കുകൾ മാത്രമായി കരുതുന്നവരോടാണ് പുരുവനന്ത ഭവനത്തിന് ഒരു വാക്ക് പറയാനുള്ളത്. നിങ്ങൾ വായിച്ചറിഞ്ഞതല്ല, അനുഭവിച്ചറിഞ്ഞതാണ് യഥാർത്ഥ ബ്രാഹ്മണതത്വം. അത് അനുഭവിച്ചറിഞ്ഞവരാണ് കേരളത്തിലെ ഉപാസകന്മാർ. ആ ഉപാസകന്മാർ അനുഭവിച്ചറിഞ്ഞ ഉപാസനാ ബ്രഹ്മത്തെ നിങ്ങൾ ദുരാചാരങ്ങളും ദുർമന്ത്രവാദങ്ങളാക്കി മാറ്റുമ്പോൾ യഥാർത്ഥമായ ബ്രാഹ്മണതത്വത്തെ നിങ്ങൾക്ക് നൽകിയ ബ്രഹ്മർഷികൾ പുരുവനന്ത ഭവനത്തിൽ ഉദിച്ചുയർന്നിട്ടുണ്ട്. ആ പുരുവനന്ത ഭവനത്തിൽ ഉദിച്ചുയർന്ന ബ്രഹ്മർഷികൾ ഇവിടെ യാഗം അതിന്റെ പൂർണ്ണവിധിയിൽ സ്ത്രീ പുരുഷ സംഗമത്താൽ ഇവിടെ വർണ്ണജാതി വിവേചനമില്ലാതെ പുരുവനന്ത ഭവനം സനാതന ധർമ്മത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ യാഗത്തെ നടത്തി കാണിച്ചിട്ടുണ്ട്. പുരുവനന്ത ഭവനം നടത്തിയത് വെറും ഹവനങ്ങളോ ഹോമങ്ങളോ അല്ല, പൂർണ്ണവിധി പ്രകാരമുള്ള അതിന്റെ പൂർണ്ണവിധികൾ ഞങ്ങൾക്ക് ബ്രഹ്മർഷി നിർദ്ദേശം നൽകി അത് പൂർണ്ണമായി നടപ്പിലാക്കിയതാണ്. ഞങ്ങൾ അവൈദികരാണ്. വേദവ്യാസ മഹർഷി സമാഹരിച്ച് ഒന്നിച്ചുകൂടി ഏക ഗ്രന്ഥമാക്കുന്നതിന് മുമ്പ് ബ്രഹ്മർഷികൾ എങ്ങനെയാണോ യാഗം നടത്തിയിരുന്നത് ആ യാഗതത്വത്തിലാണ് ഇവിടെ പുരുവനന്ത ഭവനം യാഗം നടത്തിയത്. അതിന്റെ തെളിവാണ് ഇവിടെ വന്ന വിവിധ ജില്ലകളിൽ നിന്നും വന്ന ശൈവശാക്തേ സംഗമം ഈ ഭൂമിയിൽ ഇവിടെ അരങ്ങേറിയത്. ഈ പുണ്യഭൂമിയിൽ 10 ഋഷിമാരുടെ തത്വങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് പുരുവനന്ത ഭവനം ഇവിടെ നിത്യമായ യജ്ഞവും യാഗവും നടത്തുന്നത്. ഇതിനെ സ്വീകരിച്ച എല്ലാ ശൈവശാക്തേ ഉപാസകന്മാർക്കും നന്ദി അറിയിക്കുന്നു. ഇത് തന്റെ ജീവിതം കുലധർമ്മമായി കൊണ്ടു നടക്കുന്ന അയ്യപ്പൻ പാട്ട് കലാകാരന്റെ തന്റെ നാദബ്രഹ്മ ശബ്ദബ്രഹ്മ ഉപാസന തർപ്പണമാണ്. ഈ തർപ്പണവും സമർപ്പണവുമാണ് ഇവിടെ യാഗമായി സ്വീകരിക്കുന്നത്. ഹര ഹര മഹാദേവ. യാഗത്തിൽ എന്ത് അയ്യപ്പൻ പാട്ട്? യാഗത്തിൽ സാമവേദ ശ്രുതികൾ കേട്ട് ഇന്ദ്രാദികൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അയ്യപ്പൻ പാട്ട് കലാകാരന്മാർ നൽകുന്ന ഈ ഒരു പാട്ട് കേട്ട് ശബരിമല ധർമ്മശാസ്താവിന്റെ തത്വമായ ബീജം സന്തോഷിക്കുന്നുണ്ടാകും, അത് സ്വീകരിക്കുന്നുണ്ടാകും. ആ തത്വമാണ് പുരുവനന്ത ഭവനത്തിലെ ഈ ഒരു കുലധർമ്മ പാരമ്പര്യത്തിൽ ഉൾക്കൊള്ളുന്ന സാമവേദത്തിന്റെ അടിസ്ഥാനമായ ഉദ്ഘാത തത്വം ഉൾക്കൊള്ളുന്ന നന്ദുണിപ്പാട്ടും അയ്യപ്പൻ പാട്ടും സ്വീകരിച്ച് യാഗത്തിന്റെ മുമ്പിൽ സപ്ത സ്വരം നാദബ്രഹ്മ സ്വരൂപത്തിൽ ആരംഭിച്ച് അതാ അയ്യപ്പൻ പാട്ടിലൂടെ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഹര ഹര മഹാദേവ. ഇതിനെ തുടർന്ന് രാത്രിയുടെ യാമങ്ങൾക്ക് ഉദ്ഘാത സ്ഥാനം വഹിച്ചുകൊണ്ട് സുനിലൻ അമ്പാട്ടുപറമ്പിലെ മുഖ്യ കാർമ്മികത്തിൽ നടക്കുന്ന തോറ്റംപാട്ട് ഉപാസന യജ്ഞമാണ്. ഈ യജ്ഞത്തിൽ ഇവിടെ വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് വന്ന തോറ്റംപാട്ട് ഉപാസകർ പുരുവനന്ത ഭവനത്തിന് വേണ്ടി സ്വന്തം ധർമ്മം കുലധർമ്മത്തെ ഉൾക്കൊണ്ട ആ ഒരു തോറ്റൻപാട്ട് ഇവിടെ ശക്തിബീജത്തിനായി ജപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ശബ്ദബ്രഹ്മമായി നൽകിക്കൊണ്ട് ഈ യാഗകുണ്ഡത്തിലേക്ക് യജ്ഞങ്ങൾ അർപ്പിക്കുന്നു, സവിധകൾ അർപ്പിക്കുന്നു. ഹര ഹര മഹാദേവ. ഇത് ഉത്സവമല്ല, ഇത് എഴുന്നള്ളിപ്പല്ല, ഇത് യാഗമാണ്. ആ യാഗത്തിൽ ഉദ്ഘാതാവിന്റെ സ്ഥാനത്ത് വിവിധ ജില്ലകളിലെ ആളുകൾ സ്വയം സമർപ്പിക്കുന്ന ത്യാഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ത്യാഗത്തെയാണ് പുരുവനന്ത ഭവനം യാഗം എന്ന് പറയുന്നത്.
ആശ്രയം ആരുമില്ല ഓട്ടാനിക്കര അമ്മയല്ലാതെ ആരിലും നിന്റെതാക്കി പ്രദീപനെ നവസാരത്തിലേ
യാഗം കൃഷിമാർഗ യജമാനൻ ശ്രീ ബാലകൃഷ്ണൻ അവർകൾ യജമാന സ്ഥാനം വഹിച്ചുകൊണ്ട് എല്ലാം ഗുരുവനന്ത ഭവനത്തിന്റെ യാഗഭൂമിയിൽ ഇനിയുള്ള ക്രിയകൾ ഉഗ്രത്തിന്റെ ഉഗ്രമായി മാറുകയാണ്. ഉഗ്ര കാളി ഉപാസകൻ ഭൈരവി ഉപാസകനായിട്ടുള്ള രുദ്ര കാളിയാർ മഠത്തിന്റെ യജ്ഞസമർപ്പണമാണ് ഗുരുവനന്ത ഭവനം സാക്ഷിയാവുന്നത്. ശക്തി യാഗം ഇവിടെ ഗുരുവനം ശക്തി യോഗിനി ഉപാസകർ നടത്തുമ്പോൾ അതിന് ഉഗ്രത്വം നൽകുവാനായി ഒരു രുദ്രഭാവം വഹിച്ചുകൊണ്ട് ഗുരുവനം തപോവനത്തിന്റെ ഭാരതരക്ഷ ശക്തിരുദ്ര ഏകാഹയാഗത്തിൽ രുദ്ര കാളിയാർ മഠം തിരുവനന്തപുരം അദ്ദേഹം ഉഗ്രമായിട്ടുള്ള മഹാ ബീജ തത്വങ്ങൾ ഈ യാഗത്തിലേക്ക് സമർപ്പിക്കുന്ന ഉഗ്ര തപസ്സികൾ ഒന്നായി നിന്ന് ഒന്നിച്ചു നിന്ന് ഉപാസകർ ഒന്നിച്ചു നിന്ന് ഗുരുവനം യാഗത്തെ മഹത്വപൂർണ്ണമാക്കി കേരളത്തിന് അവൈദിക യാഗം നൽകിക്കൊണ്ട് ഗുരുവനം യാഗം അതിന്റെ അവസാന യാമങ്ങളിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഹര ഹര മഹാദേവ. സർവ ആചാരാനുഷ്ഠാനങ്ങളെയും സർവ ധർമ്മരീതികളെയും ഉൾക്കൊള്ളുന്ന യാഗകുണ്ഠമാണ് ഗുരുവനം യാഗകുണ്ഠം. ഇവിടെ ബ്രഹ്മഋഷികൾ നൽകിയ ബീജതത്വങ്ങളെയാണ് തപസ്സിലൂടെ പ്രകൃതിക്ക് നൽകുന്നത്. ഏതൊരു ഉപാസകനും തന്റെ കുലധർമ്മ തത്വത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഗുരുവനം യാഗത്തിൽ പങ്കെടുക്കുവാനും ആ യാഗത്തെ സ്വീകരിക്കാനും ആ യാഗം അത് സ്വീകരിച്ചുകൊണ്ട് ബീജമാക്കി ബീജത്തിൽ നിന്നും ആ ബ്രഹ്മചൈതന്യത്തെ പ്രകൃതിയിലേക്ക് ലയിപ്പിക്കുന്ന മഹത്തരമായ അവൈദിക യാഗമാണ് ഗുരുവനന്ത ഭവനം ഭാരതരക്ഷ ഏകാഹയാഗത്തിലൂടെ നിങ്ങൾക്കായി കാഴ്ചവെച്ചിട്ടുള്ളത്. ഹര ഹര മഹാദേവ. ശ്രീ രുദ്ര കാളിയാർ മഠത്തിന് ശക്തി നൽകുന്ന ഉഗ്രമായ യാഗത്തിൽ ആ രുദ്ര കാളിയാർ മഠത്തിനൊപ്പം നിൽക്കുന്നത് ഇവിടെ ഉദ്ഘാതാവായിട്ടുള്ള സുനിലൻ അമ്പാട്ട് പറമ്പിലെ മുഖ്യ ആർമിയൊക്കെ നിൽക്കുന്ന കളംപാട്ട് സംഘമാണ്. ഉദ്ഘാത സ്ഥാനം വഹിച്ചുകൊണ്ട് ഇന്നലെ മുതൽ ഗുരുവനത്തോടൊപ്പം ഇവിടത്തെ ആചാരാനുഷ്ഠാനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടത്തെ യാഗത്തിൽ പങ്കെടുത്ത് ഇന്ന് കാളിയുടെ ഉഗ്രയാമത്തിലേക്കുള്ള യാത്രയാണ്, ബ്രഹ്മകർഷികളുടെ ഉണർവിലേക്കുള്ള യാത്രയാണ് ഗുരുവനന്ത ഭവനം പോകുന്നത്. മച്ചാട് സുബ്രഹ്മണ്യൻ അവர்களுടെ ഈ ഒരു മഹത്തായ ഉദ്ഘാത യാഗത്തിൽ അങ്ങ് ഉദ്ഘാത സ്ഥാനം വഹിച്ച് പുരുവനന്ത ഭവനം നൽകിയ ഈ നാദബ്രഹ്മത്തെ പുരുവനന്ത ഭവനം ബ്രഹ്മകൃഷികളുടെ നാമത്തിൽ ഈ യാഗത്തിൽ പൂർണ്ണമായി സ്വീകരിച്ചു. അങ്ങയുടെ കുലപരമ്പരകളുടെയും ഇതിൽ പങ്കെടുത്ത കുലപരമ്പരകളുടെയും സർവ്വപാപദുരിതങ്ങളും ഈ മഹർഷിമാരുടെ ബ്രഹ്മത്തിൽ ഇല്ലാതായി അങ്ങയുടെ കുടുംബത്തിനും ഉയർച്ചയും ഉണർച്ചയും ഉണ്ടാവട്ടെ. നിങ്ങളുടെ തലമുറകൾ കുലങ്ങൾ നിലനിൽക്കുന്ന ഒരു അനുഗ്രഹം പുരുവനന്ത ഭവന യാഗത്തിലുണ്ട്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ അവിടെ പോയിട്ട് എള്ള് സമർപ്പിക്കണം. എല്ലാവരും കൂടി എള്ള് സമർപ്പിക്കണം കേട്ടാ. വലിയൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് കേട്ടാ. അതെ, ഒരു മിനിറ്റ്. എള്ളുണ്ടോ അവിടെ? എള്ള എവിടെയാണ്? ആ, നിർത്തോ.
എല്ലാരും കൂടിട്ടേ സ്വാമിക്ക് അയ്യപ്പനെ എള്ള സമർപ്പിച്ചോളൂ കേട്ടാ. എല്ലാ ബീജും ഉണ്ട് ഇവിടെ. എല്ലാ നിങ്ങൾ തുടങ്ങി എവിടെയാ അവര്? ദേ ആളോ ഒപ്പരിക്ക് സുനിലേട്ടാ ഇവരാണ് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇത് ഞങ്ങള് 4 ദിവസം മുമ്പ് പറഞ്ഞോളൂ. അത് അയ്യപ്പ ദർശനം ഉണ്ടായി. ഇവിടെ ഞങ്ങൾ പാട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഒരു പാട്ട് വെച്ചിട്ടുണ്ട് ദർശിക്കുന്നത്. ഞാൻ തുള്ളി കഴിഞ്ഞ് പറഞ്ഞു, ഞങ്ങൾ 2 പേര് തുള്ളി അയ്യപ്പൻ. ഞാൻ പറഞ്ഞു ഇവിടെ ഉടുക്കൊട്ടും പാട്ട് വരും. അവിടെ വരും. അയ്യപ്പൻ അത്ര ശക്തിയിലാണ് ഇരിക്കുന്നത്. അയ്യപ്പനല്ല ഇരിക്കുന്നത്, ബീജാണ്, ഘൂം ബീജം. അപ്പോൾ ആ ബീജം ഞാൻ പറഞ്ഞു അയ്യപ്പൻ പാട്ട് വരും. യാഗത്തിന് ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അവനെ അവർക്ക് എള്ളു കൊടുക്കും. എല്ലാവരും എള്ളു സമർപ്പിക്കും കേട്ടോ. അതെ കഴിഞ്ഞാൽ നമ്മൾ കഥ മാറി. അങ്ങേര് ഇതിപ്പോ ശക്തിപ്പെടുത്തും. സുൻചേട്ടൻ തന്നെ പരിപാടി. ഉടുക്കുംകൊട്ട് പാട്ടെന്ന ബ്രഹ്മത്തെ യാഗത്തിലേക്ക് സമർപ്പിക്കുന്നു മച്ചാർ സുബ്രഹ്മണ്യൻ ചേട്ടൻ അവർക്കും സംഘവും. ഉള്ള ശബരിമല ധർമ്മശാസ്താവ് നൽകിക്കൊണ്ട് അവരുടെ ആ ത്യാഗത്തെ യാഗത്തിലേക്ക് സമർപ്പിക്കുകയാണ്. രുദ്രൻ എവിടെയുണ്ടോ ശക്തി അവിടെയുണ്ട്. ശക്തി എവിടെയുണ്ടോ അവിടെ തന്നെ രുദ്രനുണ്ട്. ചേട്ടാ യാഗക്കഞ്ഞിയുണ്ട്, അത് കഴിച്ചിട്ട് പോവാൻ പറഞ്ഞു. യാഗക്കഞ്ഞിയുണ്ട്. കഞ്ഞിയാണ് കേട്ടാ, യാഗക്കഞ്ഞിയാണ്. ഇനി അഗ്നി കയറ്റിക്കോട്ടാ. നിങ്ങൾ എന്ത് ചെയ്യാൻ ഇതോടുകൂടി ഇപ്പോൾ ഹവിസ് മാറും. 12 വരെ നമുക്ക് എത്തിക്കണം. 4 മണിക്കൂർ 4 മണിക്കൂർ ഒരുമിച്ച് നമുക്ക് തർപ്പണം ചെയ്യണം ഗുരുതിയുണ്ടായിട്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹവിസ് ഇതല്ല, നമ്മുടെ കടുപ്പുള്ള സാധനം ചെയ്ത് കഴിഞ്ഞാൽ ഒരുമിച്ച് നമുക്ക് ഗുരു തർപ്പണം ചെയ്യാൻ. ആ ചെയ്തോളൂ. ഇവിടെ കുറച്ചുണ്ട്. ഇവിടെ യാഗത്തിന്റെ സമയത്ത് കുറച്ച് പെണ്ണു നോക്കോട്ടെ. ഞങ്ങളത് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചാൽ കൊണ്ടത് തുടങ്ങ. ഒരു മിനിറ്റ് ഇത് പിടിക്കോ എൻ്റെ മോനെ പിടിച്ച ആ സമയത്തുകളൊക്കെ എടുത്തോ. കടലാടി പാത്ര കട
അല്ല നമ്മളിവിടെ ഭൂമിക്കിന്റെ എടുത്തോ ഇത് പറയുന്നുണ്ടല്ലോ. ഈ മൈക്കിലൂടെ തറണ്ട് അയ്യോ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കും സുനിച്ചേട്ടനും മൈക്കപ്പുറ ആ